ആദ്യം ആ ബലൂണിനെ പോയി ഒരു പാഠം പഠിപ്പിക്കാം, എന്നിട്ട് അവരെ കാണാം. അപ്പം അവർക്ക് മനസ്സിലാവും ഞാൻ അവരെ ഇൻസൾട്ട് ചെയ്തതിൻ്റെ പ്രതികാരം ചെയ്യാൻ പോയതാണെന്ന്. എന്നെ ഓർത്ത് അവർ അഭിമാനിക്കും. എല്ലാവരും പറയും അബി ഈസ് ബാക്ക്. ഏത് വഴി പോകും? പിന്നിലുള്ള വാതിലൂടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും കാണുകയും ചെയ്യുമല്ലോ. ആ പ്രിയയ്ക്ക് മനസ്സിലാവും ഞാൻ എത്തിയെന്ന്. അപ്പൊ പിന്നെ ഏത് വഴി പോകും? ആ ഇത് തന്നെയാണ് ശരിക്കുള്ള വഴി. എന്നാലും കുറച്ച് റിസ്ക് അല്ലേ? ആ ബലൂണിനോട് പ്രതികാരം ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത് വെച്ച് ഉറപ്പായും എന്നോട് ദേഷ്യത്തിലായിരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈഗോ കാരണം എന്നോട് വഴക്കുണ്ടാക്കാൻ വരെ ഇപ്പൊ വന്നേക്കും. പക്ഷെ എന്ത് വന്നാലും എന്റെ ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ പേടിക്കാനും പാടില്ല. ഓരോ ചോദ്യത്തിനും 2 ഉത്തരം വെച്ച് പറയണം. അതും അദ്ദേഹത്തെ വേദനിപ്പിക്കാതെ. അദ്ദേഹത്തെ വിഷമിപ്പിക്കാതെ എങ്ങനെ ഇതൊക്കെ ചെയ്യും? ഇങ്ങനെ ചിന്തിച്ച് ഇമോഷണൽ ആവുകയാണെങ്കിൽ ഇത്രയും നാള് കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയോ? ഐ ഹാവ് ടു ബി സ്ട്രോങ്. ഇവിടെ ഞാൻ എന്തിനാ വന്നെന്നുള്ള ഓർമ്മ എനിക്ക് വേണം. കൂടുതൽ ചിന്തിക്കാൻ പാടില്ല. ലക്ഷ്യത്തിൽ മാത്രമായിരിക്കണം ശ്രദ്ധ. അദ്ദേഹത്തോട് ഇടപെടുമ്പോ സൂക്ഷിച്ചു വേണം. തയ്യാറായിട്ടിരുന്നോ ബലൂണേ? ഈ ആബി നിന്നെ വെള്ളം കുടിപ്പിക്കാൻ വരുന്നുണ്ട്. എന്റെ അച്ഛമ്മേന്ന് ഇൻസൾട്ട് ചെയ്തല്ലേ? ഇനി ഞാൻ വീട്ടിനുള്ളിൽ, നീ ജനാലയിലൂടെ പുറത്ത്. വേണ്ട, ഒരു സെക്കൻഡ്. അവളെ താഴെ എടുത്തെറിയാൻ പറ്റിയില്ലെങ്കിലോ? അതല്ലെങ്കിൽ തലക്കെട്ടെങ്കിലും ഒരു കൊട്ടു കൊടുക്കാമല്ലോ. എന്തായാലും ഇതെടുത്ത് വച്ചേക്കാം. വേണ്ട, ഇത് കുറച്ച് വലുത്. ആ, ഇതാ കറക്റ്റ്. അതെന്താ ഒരു ശബ്ദം? പതുക്കെ അബി, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. അവക്ക് എങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാം കൊളാവും. ഇതാരാ ഇവിടെ? അയ്യോ, ഇനി വല്ല കള്ളനും ആയിരിക്കോ? ഇനി എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആരെങ്കിലും വിളിക്കാം. അയ്യോ, അത് വേണ്ട. അപ്പൊ എല്ലാവരും കരുത ഞാൻ പേടിത്തൊണ്ടിയാണ്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആബി ഒന്ന് വരട്ടെ. ഞാൻ ഈ പ്രിയയ്ക്ക് നല്ല തല്ല് വാങ്ങി കൊടുത്തില്ലെങ്കിൽ ഇന്ദു എന്നായിരിക്കില്ല എന്റെ പേര്. അച്ഛമ്മേ, 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 എനിക്ക് തോന്നുന്നത് അബി വന്നു. നിങ്ങളെല്ലാവരും ഇത്രയും രാത്രി ഇവിടെ എന്താ ചെയ്യുന്നത്? എല്ലാം ഓക്കെ ആണല്ലോ? പ്രിയ നിങ്ങളെ എല്ലാവരെയും റൂമിൽ നിന്ന് പുറത്താക്കിയതൊന്നും അല്ലല്ലോ അല്ലേ? ആ തനു, ഇനി അതുകൂടെ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് പ്രിയായിരിക്കും. അവള് കരുതുന്നത് അവള് പറയുന്നതെല്ലാം നമ്മൾ കേൾക്കുമെന്നാ. അബിയൊന്നങ്ങ് വരട്ടെ, എന്നിട്ട് അവനെ കൊണ്ടൊരു പാഠം പഠിപ്പിക്കണം. ഏട്ടൻ വരുന്നുണ്ടോ? ആ, ഞാൻ അബിയോട് സംസാരിച്ചിരുന്നു. അവനിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. നീയല്ലേ നേരത്തെ പറഞ്ഞത് ഏട്ടൻ വരില്ലെന്ന്? ഇത് വളരെ നല്ല വാർത്തയാ. ഐ മീൻ, ഏട്ടൻ പോയതിനു ശേഷം എല്ലാവരും തകർന്നതുപോലെയായിരുന്നു. ഏട്ടൻ തിരിച്ചു വരുന്നത് എന്തായാലും നന്നായി. ഇനി ഏട്ടൻ പ്രിയെ ഒരു പാഠം പഠിപ്പിച്ചോളൂ. എന്നാലും അവൾക്ക് നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെയാ സാധിക്കുന്നത്? നിങ്ങളിവിടെ നിൽക്കൂ, ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വരാം.
കള്ള, നിനക്ക് എന്റെ വീട് കണ്ടു നിന്നെ മോഷ്ടിക്കാൻ നിന്നെ ഇന്ന് ഞാൻ അത്രയ്ക്കായോ? അയ്യോ അയ്യോ എന്ന് വിളിക്കാതെ സോറി പറയണ കള്ള. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും, ജയിലിലടക്കും, നല്ല അടിയും തരും. മോഷ്ടിക്കാൻ വന്നേക്കുന്നവൻ. ഞാൻ കള്ളനല്ല കേട്ടോടി. നിങ്ങളോ? എനിക്ക് എങ്ങനെ അറിയാനാ ഈ സമയത്ത് നിങ്ങൾ? നിനക്കറിയായിരുന്നു ഞാനാണ് ബ്ലാങ്കറ്റിനുള്ളിലെന്ന്. എന്നിട്ട് നീ എന്നെ തല്ലിയല്ലേ? അങ്ങനെ ഞാൻ ചെയ്യോ? ഞാൻ എന്തിനാ തല്ലാതിരിക്കുന്നേ? എനിക്കറിയായിരുന്നു അത് നിങ്ങളന്ന്. അതുകൊണ്ടാ ഞാൻ പോയി ബ്ലാങ്കറ്റും വടിയും ഒക്കെ എടുത്തിട്ട് വന്നത്. നിങ്ങളായതുകൊണ്ട് തന്നെയാ പഞ്ചിങ് ബാഗ് പോലെ തല്ലിയ. എന്താ? നിനക്കറിയായിരുന്നല്ലേ ഞാനാണ് ബ്ലാങ്കറ്റിനുള്ളിലെന്ന്. എന്നിട്ടാണ് നീ എന്നെ തല്ലിയതല്ലേ? പഞ്ചിങ് ബാഗ് ആക്കിയല്ലേ നീ എന്നെ? കള്ളന്മാരെ അങ്ങനെ തന്നെ ചെയ്യാ. അതിപ്പോ റോക്ക് സ്റ്റാർ ആയ പോലും. ഞാൻ കള്ളനാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒളിച്ചൊളിച്ച് ബാൽക്കണി കൂടി കള്ളന്മാരാ വരുന്നേ. ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യാൻ വന്നതാ. മര്യാദ പഠിപ്പിക്കാൻ വന്നാ നിന്നെ. മര്യാദ പഠിപ്പിക്കാനല്ല, മര്യാദ പഠിക്കാൻ വന്നതാ നിങ്ങൾ. എന്റെ മുറി എന്റെ പെർമിഷൻ ഇല്ലാതെ ആരെങ്കിലും കടന്നാൽ ഇങ്ങനെ തന്നെയായിരിക്കും. ഇനി എങ്ങാനും ഇങ്ങനെ ചെയ്താ ഫാനിൽ കെട്ടി തൂക്കി തല്ലിഞ്ഞ്. എന്താ? നീ എന്താ പറഞ്ഞേ? നീ എന്താ പറഞ്ഞേ? എന്നെ ഫാന് കെട്ടിയിട്ട് തല്ലുന്നല്ലേ? ഫാന് കെട്ടിയിട്ട് തല്ലും പോലും. എത്ര ധൈര്യം ഉണ്ട് അവക്കും എന്നെ. പിന്നെ തെറ്റ് മുഴുവൻ നിന്റേതാണ്. നീ ക്ഷമ ചോദിക്കണം എന്നോട്, പ്രണവിനോടും, അച്ഛമ്മയോടും, പിന്നെ ഈ മുഴുവൻ ഫാമിലിയോടും. അവരോടല്ല നീ മോശമായി പെരുമാറിയതിന്. ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കണം. നിങ്ങൾക്കറിയോ, നിങ്ങളൊരു റോക്ക് സ്റ്റാറിന് പകരം വല്ല കൊമേഡിയനും ആവണമായിരുന്നു. നിങ്ങളുടെ സെൻസ് ഓഫ് ഹ്യൂമർ വളരെ നല്ലതാ. എന്താ? ഞാൻ നീ എന്താ പറഞ്ഞേ? റോക്ക് സ്റ്റാറിന് പകരം ഞാൻ കൊമേഡിയൻ ആവണമെന്നല്ലേ? നിന്റെ കഴുത്ത് ഇങ്ങനെ ഞെക്കി പിടിച്ച് കരണത്തിനാണോ തരുമ്പോ നിനക്ക് മനസ്സിലാവും ഞാൻ റോക്ക് സ്റ്റാർ ആണോ കൊമേഡിയൻ ആണോ ആകേണ്ടതെന്നോ. മനസ്സിലായോ? മനസ്സിലായോന്ന്? ആ നിങ്ങൾ ആരായാലും നിങ്ങൾക്ക് ബുദ്ധി കുറച്ച് കുറവാ. എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്തിനാ എല്ലാവരോടും സോറി പറയുന്നത്? തെറ്റ് നിന്റെ ഭാഗത്ത് തന്നെ. നീ ആരാ എന്റെ അച്ഛമ്മയ്ക്ക് ചികിത്സ നൽകാതിരിക്കാൻ വേണ്ടി? ഞാൻ ആരുടെയും ചികിത്സ ഒന്നും മുടക്കിയിട്ടില്ല. എല്ലാവരോടും ഡിസിപ്ലിനായി ജീവിക്കാനേ പറഞ്ഞുള്ളൂ. റുട്ടീനായി ജീവിച്ചാൽ, സമയത്തുറങ്ങി സമയത്ത് ഉണർന്നാൽ അസുഖം വരില്ല. അസുഖം കുറഞ്ഞാൽ ചികിത്സ കുറയും. അതുവഴി എന്റെ പൈസ എനിക്ക് ലാഭിക്കാനും ഈ കഴിയും. പറയുന്ന പൈസ നിന്റേതല്ല, എന്റേതാണ്. അതുകൊണ്ട് ഞാൻ ഡിസൈഡ് ചെയ്യും കാശ് എന്തിനെ എവിടെ ചെലവാക്കണമെന്ന്. എന്റെ കാശിന്റെ കാര്യം ഡിസൈഡ് ചെയ്യാൻ നീ ആരാ? നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നു ഈ പൈസക്ക് നിങ്ങളുടേതാന്ന്? എനിക്ക് തോന്നുന്നത് എല്ലാം പോയി എന്നുള്ളത് അറിഞ്ഞപ്പോ നിങ്ങൾക്ക് ഭ്രാന്തായിന്ന. നിങ്ങൾ എന്താ ഈ സത്യത്തെ അക്സെപ്റ്റ് ചെയ്യാത്തെ? എത്ര തവണ ഞാൻ ആ പേപ്പർ കാണിച്ചു ഇതെല്ലാം എന്റെ പേരിലാന്ന്. പ്രോപ്പർട്ടിയും സ്വത്തുക്കളും എല്ലാം എന്റെ പേരിലാ. അതുകൊണ്ട് തന്നെ ആ പൈസയും എന്റേതാ. അപ്പൊ ഞാൻ ഡിസൈഡ് ചെയ്യും എത്ര എവിടെ ചെലവാക്കണമെന്ന്. പിന്നൊരു കാര്യം, നിങ്ങളും നിങ്ങളുടെ ചെലവുകളുടെ കണക്ക് എനിക്ക് തരണം. അതുകൊണ്ട് പ്ലീസ് നാളെ രാവിലെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് എനിക്ക് കിട്ടണം. നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ.
ബിലീവ് മീ അലിയ, അബി എന്നോട് പറഞ്ഞത് അവൻ ഇനി ഈ വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. പിന്നെ എന്താലോചിച്ച ഇവിടെ വന്നേന്ന് മനസ്സിലാവുന്നില്ല. തനു തനു ഐ എം സോറി ടു സേ, പക്ഷെ എനിക്ക് തോന്നുന്നത് നിനക്കിപ്പോ ഏട്ടന്റെ മേലെ ഒരു ഹോൾഡും ഇല്ലെന്ന്. നീ തന്നെ നോക്ക്, ഏട്ടൻ നിന്റെ വാക്ക് കേൾക്കുന്നില്ലെന്ന് മാത്രമല്ല അതൊന്ന് ശ്രദ്ധിക്കുന്ന കൂടിയില്ല. അലിയ, യു നോ വാട്ട്, ഞാൻ അബിയെ കല്യാണത്തിന് സമ്മതിപ്പിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യം. പക്ഷെ എനിക്ക് തോന്നുന്നത് നീയല്ല, പ്രിയയാണ് കല്യാണത്തിന് സമ്മതിപ്പിച്ചതെന്ന്. ഇൻഫാക്ട് ഞാൻ ആലോചിക്കുന്നത് അവൾ എന്തിനാ അങ്ങനെ ചെയ്തെന്ന്. എനിക്ക് തോന്നുന്നില്ല അവള് നിനക്ക് നിന്റെ ഭർത്താവിനെ തിരിച്ചു നൽകാൻ ആഗ്രഹിക്കുന്നെന്ന്. എന്ന് വെച്ചാൽ അവളുടെ ഭർത്താവിനെ നിനക്ക് തരുമോ? ഇൻഫാക്ട് എനിക്ക് തോന്നുന്നത് അവൾ അവളുടെ ഭർത്താവിൽ നിന്നും എല്ലാം തട്ടിപ്പറിക്കാൻ ആഗ്രഹിക്കുന്നെന്ന്. പ്ലീസ് നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്. എനിക്കറിയാം നീ ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ലെന്ന്. എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് തനു. എന്റെ പ്രിയക്ക് ഇങ്ങനെയാവാൻ കഴിയില്ല. അവൾക്ക് അവളുടെ കുടുംബത്തെ വേദനിപ്പിക്കാനാവില്ല. പ്ലീസ്, എനിക്ക് പ്രിയയുടെ ഇങ്ങനത്തെ ഒരു രൂപം കാണണ്ട. പുതിയ ഓരോരോ കാര്യങ്ങളും ആദ്യം വേദനിപ്പിക്കുക തന്നെ ചെയ്യും. പക്ഷെ പതുക്കെ പതുക്കെ അത് ശീലമായിക്കോളും. ശീലമാകുന്നത് വരെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കാരണം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് സത്യം. അപ്പോ നീ എന്റെ പ്രിയ അല്ലെന്നാണോ? അല്ല, നീ പറയുന്നതെല്ലാം സത്യമാണല്ലേ? എന്നാ ശരി, നീ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കാം. പക്ഷെ അതിനുവേണ്ടി എനിക്ക് ചിലത് അറിയേണ്ടതുണ്ട്. പ്രിയ, ഇവിടെ മാത്രം നീ കൺട്രോൾ ചെയ്യ. ഈ ടെസ്റ്റ് പാസ്സായ പിന്നെ നിന്നെ ഇദ്ദേഹം സംശയിക്കില്ല. അപ്പോ നീ എന്റെ പ്രിയ അല്ലല്ലേ? അല്ല. ഞാനീ കാണുന്നത് എന്റെ പ്രിയ അല്ല. ആ, ഇപ്പോഴും നീ എന്റെ പ്രിയ അല്ലാന്ന് തോന്നുന്നുണ്ടോ? അല്ല. എന്നാ നീ പറയാ, ഞാൻ അടുത്തേക്ക് വരുമ്പോ നിനക്കൊന്നും ഫീൽ ചെയ്യുന്നില്ലെന്ന്. ഇല്ല. കണ്ണിനിവനിലെ മിന്നിത്തിരി പോലെ എന്റെ മനസ്സാകെ മുന്നിലണയാതെ പ്രിയനുടെ ചിരചിരി നടൊരു പുലർത്തിയതരുകൾ. കണ്ണിനിവനിലെ മിന്നിത്തിരി പോലെ എന്റെ മനസ്സാകെ. ഞാനിങ്ങനെ തൊടുമ്പോ നിന്റെ ഹൃദയം വലിപ്പം പോലും കൂടുന്നില്ല എന്ന്. ഇല്ല. എന്റെ കണ്ണുകളിലേക്ക് നോക്കി പറയാ, നീ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന്. സ്നേഹിക്കുന്നില്ല. നിന്റെ വഴിനീളേ പിന്നിലടയവരുടെ മൃദു ചലനവും ഒരു ശ്രുതി അത് നിറയുകയോ. അന്തിനാൾ നിന്റെ പോലെ മിന്നി വഴിനീളേ. കള്ളം പറയാണ് നീ.
ഞാൻ സ്നേഹിക്കുന്ന അതേ പ്രിയ തന്നെയാണ് എന്നെ സ്നേഹിക്കുന്ന അതേ പ്രിയ തന്നെ അല്ലേ? എന്തിനാ നിർത്തിയത്? നിങ്ങൾ ചെയ്തോണ്ടിരുന്ന ചെയ്യുന്നേ. എനിക്ക് ഓക്കെയാ. ഇവിടെയോ എനിക്ക് ഓക്കെയാ. നിങ്ങൾ തനുവിനോട് ഇതൊന്നും പറയരുത്. വീട്ടിൽ പ്രശ്നം ഉണ്ടാവുന്നത് എനിക്കിഷ്ടമല്ല. എന്തു പറ്റി? നിങ്ങൾ ചെയ്തോണ്ടിരുന്ന ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ, എനിക്കിഷ്ടമാണ്. Come on. If you want, I could be. ഇതിന് വേണമെങ്കിൽ ഞാൻ പൈസയും തരാം. എന്റെ പ്രിയക്ക് ഇങ്ങനെ ആവാൻ കഴിയില്ല. തനു നിന്റെ മുടി നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യുന്നത്? അത് തനുവിന്റെ മുടി ഒന്ന് സെറ്റ് ചെയ്യായിരുന്നു. മുറിയിൽ നിന്നും എന്തോ ശബ്ദവും കേട്ടു, അതുകൊണ്ട് ഒന്ന് നിന്നതാ. കുറച്ച് കൺഫ്യൂഷനും ഉണ്ടായിരുന്നു. അബി അവിടെ ആയിരുന്നു, പെട്ടെന്ന് എങ്ങനെ ഇവിടെയും വന്നു? അതെ ഏട്ടാ, ഏട്ടൻ എപ്പോഴാ ഇവിടെ എത്തിയത്? അതുപോലെ അകത്തെന്തായിരുന്നു? അബി പിന്നെ നിന്നെ പ്രിയ അല്ലല്ലോ ഇവിടേക്ക് വിളിപ്പിച്ചത്, വഴക്ക് പറയാനായിട്ട്. അവളെന്തിനാ എന്നെ വഴക്ക് പറയുന്നേ? അവക്കിട്ട് 2 വഴക്ക് കൊടുക്കാനാ ഞാൻ വന്നേ. എന്നെ ചലഞ്ച് ചെയ്യാൻ വന്നിരിക്കുക. അവളെ കൊണ്ട് മാപ്പ് പറയിച്ചില്ലെങ്കിൽ എന്റെ പേര് അഭിഷേക് മേനോനെന്നല്ല. വാച്ച് മീ. നോക്ക്, നീ ആരാണെങ്കിലും നിന്റെ ആജ്ഞയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ നിന്നെ ഈ വീടിന്റെ ഓണറായിട്ടും കാണുന്നില്ല. ഈ വീട് എന്റേതാണ്, ഞാനാണ് ഇതിന്റെ ഓണർ. അതുകൊണ്ട് നിന്റെ ഒരു കാര്യവും ഞാൻ കേൾക്കാൻ പോകുന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് എന്തെങ്കിലും അഹങ്കാരം നീ കാണിച്ചാൽ നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കും. Do you get it? Do you get it? Got it. കണ്ടല്ലോ, എന്റെ ശബ്ദത്തിന് മുമ്പിൽ അവളുടെ വാ തുറക്കില്ല. ആലിയ സത്യത്തിൽ അബിക്ക് മുന്നിൽ പ്രിയ ശബ്ദം ഉയർത്തിയില്ലല്ലേ? ഭീകരൻ തന്നെ. ഇതിപ്പോ സിംഹം ആട്ടിൻകുട്ടി ആയതുപോലെ ഉണ്ടല്ലോ. ഏട്ടാ, ഇങ്ങനെ ഏതുവരെയാ പോവാ? ഐ മീൻ, ഇങ്ങനെ നമ്മൾ എല്ലാവരും മിണ്ടാതിരുന്ന അവള് നമ്മുടെ തലയിൽ കയറി ഡാൻസ് ചെയ്യുമല്ലോ. അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയാ? നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ ആഫ്റ്റർ എഫക്ട് അബിക്ക് തന്നെ ആയിരിക്കും. അബി, നീ എന്താ ഒന്നും പറയാത്തെ? എനിക്കറിയില്ല ഞാൻ എന്താ പറയേണ്ടതെന്ന്. കാര്യം എൻ്റെത് മാത്രമായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഹാർഡ് സ്റ്റെപ്പ് എടുത്തേനെ. പക്ഷെ ഇവിടെ കാര്യം അച്ഛമ്മയുടേതാണ്, എൻ്റെ കുടുംബത്തിൻ്റെതാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യവും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏട്ടൻ ഇങ്ങനെ തല ഉനിച്ചിരിക്കുകയാണെങ്കിൽ അവൾക്ക് വീണ്ടും നമ്മളെ ടോർച്ചർ ചെയ്യാനുള്ള അവസരമല്ലേ ലഭിക്കുക? ഐ നോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും നന്നായി ചിന്തിച്ച് വേണം ചെയ്യാൻ.